നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പാതിരാത്രിയിൽ വിളിച്ചുവരുത്തി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിനെയും ഭാര്യയെയും മക്കളെയും ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്ത മൂവാറ്റുപുഴ പോലീസ്. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെത്തി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ആക്ഷേപം. പാതിരാത്രിയിൽ വിളിച്ചുവരുത്തി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിനെയും ഭാര്യയെയും മക്കളെയും ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്ത മൂവാറ്റുപുഴ പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെരുമറ്റത്ത് താമസിക്കുന്ന സ്രാമ്പിക്കൽ അസീസ് മൈദീനെ കുടുംബത്തെയും ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത്. പേരക്കാപ്പള്ളിയിലെ ഷോപ്പിംഗ് സെന്ററിൽ പാർക്ക് ചെയ്തിരുന്ന അസീസിന്റെ കാർ മറ്റൊരു വാഹനത്തിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് അസീസിനെ ഒരാൾ ഫോണിൽ വിളിച്ചത്. കാർ മറ്റൊരു വാഹനത്തിലും തട്ടിയിട്ടില്ലെന്ന് അസീസ് വ്യക്തമാക്കിയെങ്കിലും ഒത്തുതീർപ്പാക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതോടെ ഭയന്ന അസീസ് രാത്രി 11:30 ഭാര്യയെയും 3 മക്കളെയും കൂട്ടി പ്രതികൾ നിർദ്ദേശിച്ച BOC ജംഗ്ഷനിലെത്തി. കാറിലെത്തിയ സംഘം ഉടൻ തന്നെ അസീസിനെ ആക്രമിക്കുകയായിരുന്നു. താൻ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ചികിത്സയിൽ കഴിയുന്ന രോഗിയാണെന്ന് പറഞ്ഞിട്ടും അക്രമികൾ പിന്തിരിഞ്ഞില്ലെന്ന് അസീസ് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വണ്ടി തട്ടിയെന്ന് പറഞ്ഞിങ്ങനെ അവര് വിളിച്ച് ഒരു 11 മണിയായി കാണും, 11-11 സമയമായി. ഞങ്ങളങ്ങനെ അവിടുന്ന് ഞാൻ ചെല്ലാന്ന് ഇപ്പോൾ വൈഫും മക്കളും പറഞ്ഞു അന്ന് ഞങ്ങളും കൂടി വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പോയി ജസ്റ്റ് അവിടെ അവർ പറഞ്ഞ സ്പോട്ടിൽ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് നിന്ന് അതിനകത്ത് 5-6 പേര് ചാടി ഇറങ്ങി വന്ന് എന്നെ പിടിച്ച് മർദ്ദിക്കുക, എൻ്റെ ഈ ഷോൾഡറിൽ പിടിച്ച് വലിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ നോക്കി. അപ്പോൾ അതുകൊണ്ട് വൈഫും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വൈഫിൻ്റെ കയ്യിലും ഓട്ടം പിടിച്ച് അവർ മാറ്റാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഒരു മകനുണ്ട്, 16 വയസ്സുള്ള മകൻ. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവനെ മർദ്ദിച്ചു അവർ. അപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്നെ കിട്ടും ഇതുപോലെ മർദ്ദിക്കുകയായിരുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 2019 ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 4 മാസം മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്കും ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മർദ്ദനം തടയാൻ ശ്രമിച്ച അസീസിന്റെ ഭാര്യയെയും കുട്ടികളെയും സംഘം ആക്രമിച്ചു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതിനെ തുടർന്നാണ് അക്രമി സംഘം സ്ഥലം വിട്ടത്. മുഖത്തും കൈക്കും പരിക്കേറ്റ അസീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെത്തി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് ആക്ഷേപം. ഒരു പ്രതിയെ കണ്ടാൽ തിരിച്ചറിയാമെന്നും അസീസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.